ബുർക്കിന ഫാസോയിലെ വിവിധ രൂപതകളിൽ ഒക്ടോബർ 6-ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭീകരർ നടത്തിയത് 2 കൂട്ടക്കൊലകൾ. ന്യൂന രൂപതയിൽ സ്കൂൾ അധ്യയന വർഷം കുറിക്കാൻ മാലിയിൽ നിന്ന് പുറപ്പെട്ട 3 കൗമാരക്കാരെ തീവ്രവാദികൾ ബസ് തടഞ്ഞു നിർത്തി തിരഞ്ഞു കണ്ടുപിടിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയ അതിഭീകര സംഭവം. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ന്യൂനയിൽ നിന്ന് ഡെഡാഗൌവിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർത്തു. 15 പേർ കൊല്ലപ്പെട്ടു. കൂടാതെ കഴിഞ്ഞ ദിവസം ഫാഡ എൻഗർമ രൂപതയിൽ ഞായറാഴ്ച കുർബാനയ്ക്കിടെ ഒരു മതബോധന പണ്ഡിതനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. ക്രിസ്ത്യാനികൾക്കിടയിൽ ഭയം പ്രചരിപ്പിക്കുക എന്നതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം. കഴിയുന്നത്ര വേഗത്തിൽ അവരെ രാജ്യം വിട്ട് പലായനം ചെയ്യിക്കാൻ തീവ്രവാദികൾ ശ്രമിക്കുന്നു. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡിന് പ്രദേശവാസികൾ നൽകിയ പ്രതികരണത്തിൽ പറയുന്നു. അൽഖ്വയ്ദയുമായും ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുമായും ബന്ധമുള്ള ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകൾ സഹേൽ മേഖല പിടിച്ചെടുത്ത 2015 മുതൽ ബുർക്കിന ഫാസോയിൽ തീവ്രവാദ ഭീഷണികൾ വർദ്ധിച്ചു വരികയാണ്. തീവ്രവാദികൾ ക്രൈസ്തവരെയും ദേവാലയങ്ങളെയും തുടർച്ചയായി ആക്രമിക്കുന്നു. ആഗോള ഭീകരതാ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ രാജ്യമാണ് ബുർക്കിന ഫാസോ. ഓപ്പൺ ഡോസ് വേൾഡ് വാച്ച് ലിസ്റ്റ് അനുസരിച്ച് ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ ഏറ്റവും ഭീഷണി നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 20ാം സ്ഥാനത്താണ് ബുർക്കിന ഫാസോ. തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്പോൾ രാജ്യത്തിന്റെ പകുതിയിലധികം ഭാഗവും പിടിച്ചെടുത്തു. 20,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 2 ലക്ഷത്തിലധികം പേർ കുടിയിറക്കപ്പെട്ടു. നിരവധി ഇടവകകൾ അടച്ചുപൂട്ടി. ഭയം സാധാരണക്കാരെ ശക്തമായി പിടികൂടിയിരിക്കുന്നുവെന്നും ACN റിപ്പോർട്ട് ചെയ്യുന്നു. തീവ്രവാദികൾ ചെറിയ ഗ്രൂപ്പുകളായി രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നു. അവർ ക്രൈസ്തവ സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിടുന്നു. എന്നാൽ ക്രൈസ്തവർ രാജ്യം വിടാൻ വിസമ്മതിച്ച് പീഡനങ്ങളെ അതിജീവിച്ച് തങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ച് ഇന്നും അവിടെ തുടരുന്നു. വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ രാജ്യത്തിന്റെ അവസ്ഥയെ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുകയും സഭാ നേതാക്കൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്ന സാഹചര്യം. രാജ്യത്ത് തുടരുന്ന വിശ്വാസികൾ അവരെ സംരക്ഷിക്കുന്നതിനായി കർത്താവിലുള്ള തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.